ഇന്ന് കർക്കിടക മാസം 1 ഇന്ന് നമ്മൾ നിൽക്കുന്നത് എവിടെയാണ് എന്നുള്ളത് അശ്വതി പ്രേക്ഷകരോട് പറയാം അല്ലേ? കാരണം നമ്മൾ എല്ലാ ദിവസവും സ്റ്റുഡിയോ ഫ്ലോറിൽ നിന്നാണ് പുത്തൻപുലരി ആരംഭിക്കുന്നത്, പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുന്നത്. ഇന്ന് നമ്മൾ കൊല്ലം ജില്ലയിലെ എവിടെയാണ്? ചടയമംഗലത്തുള്ള ജടായു പാറയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ഒരു അത്ഭുത ക്ഷേത്രത്തിലാണ്. പ്രേക്ഷകർക്കെല്ലാം ഒരുപക്ഷെ എല്ലാ പ്രേക്ഷകർക്കും അറിയാമായിരിക്കും, ഇതാണ് കോദണ്ഡ ശ്രീരാമസ്വാമി ക്ഷേത്രം. അതെ, സരാഗി ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രം. തീർച്ചയായും, പ്രത്യേകിച്ച് രാമായണ മാസാചരണത്തിനോട് വളരെ ചേർന്ന് കിടക്കുന്ന ഒരു ക്ഷേത്രം. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ തുടക്കം ഇവിടെ നിന്നാകട്ടെ എന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. ഈ രാമായണവുമായി ബന്ധപ്പെടുത്തി നോക്കുകയാണെങ്കിൽ ഈ ക്ഷേത്രത്തിന് ഒരുപാട് ഐതിഹ്യങ്ങൾ പറയാനുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജടായു പക്ഷി സീതാദേവിയെ രാവണൻ അപഹരിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് പുഷ്പവിമാനത്തിൽ എന്താണ് സീതാദേവി അപഹരിച്ചു കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ ജടായുവിന്റെ ഒരു പ്രതിരോധം ഉണ്ടായിരുന്നു. അതെ, എനിക്ക് തോന്നുന്നു നമ്മുടെ ചരിത്രത്തിൽ സ്ത്രീകൾക്ക് വേണ്ടി ഇത്തരത്തിൽ പ്രതിരോധം തീർത്ത ഒരു കഥാപാത്രം, അത് ഇത്ര ശക്തനായ ഒരു കഥാപാത്രം ജടായു തന്നെയാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ എന്തായിരുന്നു അന്ന് സംഭവിച്ചത് കൂടി നമുക്ക് പറയാം. തീർച്ചയായും, അന്ന് സീതാദേവി ഇത്തരത്തിൽ രാവണൻ അപഹരിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് മാർഗമധ്യേ ഈ സ്ഥലത്ത് വെച്ച ജടായു അതിന് തടസ്സം നിൽക്കുകയാണ്. തടസ്സം നിന്ന ജടായുവിനെ രാവണൻ വെട്ടി വീഴ്ത്തുന്നു. ആ ജടായു പക്ഷി വീണത് നമ്മൾ ചിറകറ്റ് വീഴുകയാണ് അല്ലേ? ചിറകറ്റ് വീഴുമ്പോൾ ചിറകറ്റ് വീഴുന്നു. അപ്പോൾ സീതാദേവി ഈ ജടായുവിന് ഒരു വരം കൊടുക്കുന്നുണ്ട്. അതായത് എന്റെ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത്? നമുക്കറിയാം, ലങ്കയിലേക്കായിരുന്നു അന്ന് രാവണൻ കൊണ്ടുപോയത്. അപ്പോൾ ആ ഒരു സന്ദേശം രാമന് കൈമാറണം, അതിനൊരാൾ വേണം അല്ലേ? അതെ, തീർച്ചയായും സീതാദേവി പറഞ്ഞത് ഇപ്രകാരമാണ്. രാമൻ എത്തുമ്പോൾ, ശ്രീരാമൻ ഭഗവാൻ എത്തുമ്പോൾ ദയവായി നീ ഒന്ന് പറയണം എന്നെ എങ്ങോട്ടാണ് രാവണൻ തട്ടിക്കൊണ്ടുപോയത്. അത് ജടായു അത് അനുസരിക്കുന്നത് വരെ നിനക്ക് മരണമില്ല എന്നാണ് സീതാദേവി നൽകിയ വരം. അപ്പോൾ ആ സമയത്ത് ഈ ജടായു ജീവന് വേണ്ടി ഇങ്ങനെ പിടയുകയാണ്, വെള്ളം കുടിച്ചുകൊള്ളാൻ വയ്യ. അപ്പോൾ ജടായു ഈ പാറമേൽ, നമ്മൾ നിൽക്കുന്ന ഈ പാറമേൽ ചുണ്ടുകൊണ്ട് ഉരസുന്നു. അപ്പോൾ അവിടെ വളരെ പെട്ടെന്ന് ഒരു ജലാശയം രൂപപ്പെടുന്നു. അങ്ങനെയാണ് ഇവിടെ ഒരു ജലാശയം രൂപപ്പെട്ടു. അതെന്തായാലും പ്രേക്ഷകർക്ക് ആ ജലാശയം കാണിച്ചു തരാം. അങ്ങനെയാണ് ദേ നോക്കൂ, നമ്മൾ ഈ പിറകിൽ കാണുന്ന ഈ ജടായു ശില്പം പിന്നീട് ജടായുവിന്റെ സ്മരണാർത്ഥം ഇവിടെയുള്ള അധികൃതർ കൊത്തുകയാണ്. എത്ര മനോഹരമായ അല്ലെ? പിന്നീട് അത് ടൂറിസവുമായി ചേർന്ന് വലിയൊരു ടൂറിസം സ്പോട്ടൊക്കെ ആയി മാറുന്നുണ്ട്. പക്ഷെ അതിന്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത് നമ്മുടെ രാമായണത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഭാരതത്തിന്റെ ഒരു ചരിത്രത്തോട് ഇഴകി ചേർന്നതാണ് എന്നുള്ളതാണ്. നമുക്കറിയാം, പ്രേക്ഷകർക്ക് വളരെ എന്തായാലും അവർക്ക് നല്ലൊരു കാഴ്ച അനുഭൂതിയാണ് ഈ പുലർകാലത്ത് അല്ലേ അശ്വതി? പ്രത്യേകിച്ച് ഹനുമാൻ ഭഗവാൻ അല്ലെങ്കിൽ ശ്രീരാമൻ, അവരോടൊക്കെയുള്ള സ്മരണാർത്ഥം ശ്രീരാമ ഭഗവാൻ ഈ പുണ്യഭൂമിയിൽ എത്രത്തോളം പങ്കുണ്ടെന്നുകൂടി പ്രേക്ഷകർ അറിയണം. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ശ്രീരാമസ്വാമി ക്ഷേത്രവും ഇവിടെ നിർമ്മിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഉത്തര ഭാരത വാസ്തുവിദ്യ ശൈലിയിലുള്ള ഒരു ക്ഷേത്രമാണ് ഇവിടെ പണി കഴിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട് പറയാൻ. എനിക്ക് തോന്നുന്നു സമുദ്രനിരപ്പിൽ നിന്നും 1200 അടി ഉയരെയാണ് ഞാനും രാഖിയും ഇപ്പോൾ നിലകൊള്ളുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര മനോഹരമായ ഒരു ക്ഷേത്രമാണ്. ക്ഷേത്രം മാത്രമല്ല, ഇവിടെ ഒരു ടൂറിസം വികസന സാധ്യത കൂടിയുണ്ട്. അത് കുമ്മനം രാജശേഖരനാണ് ഇതിന്റെ രക്ഷാധികാരി എന്ന് പറയുന്നത്. ഈ ട്രസ്റ്റിന്റെ അധികാരി എന്ന് പറയുന്നത് അദ്ദേഹമാണ്. ഇത് ഈ ക്ഷേത്രത്തിന്റെ ഒരു പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ടൊക്കെ മുന്നിട്ടിറങ്ങിയ വ്യക്തി കുമ്മനം രാജശേഖരൻ തന്നെയാണ്. ഇന്ന് അദ്ദേഹത്തെ നമുക്ക് ഇവിടെ എത്തിക്കാൻ സാധിച്ചില്ല. അദ്ദേഹം കുറച്ചധികം തിരക്കുകളിലായതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒരുപക്ഷെ പ്രേക്ഷകർക്കൊപ്പം അദ്ദേഹവും എത്തിയേനെ. എന്തായാലും അശ്വതി, നമ്മൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കർക്കിടകം 1 ഒരുപാട് ക്ഷേത്രങ്ങൾ, പ്രത്യേക പൂജകൾ അല്ലെ രാഖി? ഈ പണ്ടൊക്കെ എന്ന് പറയുന്നത് ഈ കർക്കിടകം എന്ന് പറയുമ്പോൾ പഞ്ഞമാസം എന്ന് പറയാറുണ്ട്. വറുതിയുടെ കാലമാണ് കർക്കിടകം എന്ന് പറയുന്നത്. പക്ഷെ ഒരിക്കലും നമ്മൾ അങ്ങനെ കാണരുത്. ശരിക്കും കർക്കിടകം എന്ന് പറയുന്നത് മനസ്സിനും ശരീരത്തിനും ഒക്കെ ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കുന്ന സമയം അല്ലേ? അതെ, അത് എക്സാക്ട്ലി പറയുവാണെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ എടുക്കാം. കാരണം ഇനിയിപ്പോ നമ്മൾ 10 കൂട്ടം ഈ പച്ചിലക്കറികൾ, ഔഷധക്കഞ്ഞി, അപ്പോൾ നമ്മൾ ആരോഗ്യത്തിന് വേണ്ടി ചിലവഴിക്കുന്ന ഒരു മാസം കൂടിയാണ് ഈ കർക്കിടകം എന്ന് പറയുന്നത്. ഒപ്പം രാമായണ മാസമാണ്. രാമായണമൊക്കെ കേട്ട് മനസ്സിനും നല്ല രീതിയിൽ ഇത്തരത്തിൽ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ആരോഗ്യത്തെയും നല്ല രീതിയിൽ പരിപാലിച്ചുകൊണ്ട് നമുക്ക് ഈ കർക്കിടക മാസം വളരെ ഐശ്വര്യത്തോടു കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകരെ തുടങ്ങാം. ഒരുപാട് വാർത്തകളുണ്ട്. നമ്മൾ മാത്രമല്ല, നമ്മുടെ പ്രതിനിധികളെല്ലാം വളരെ സജീവമാണ്. രാവിലെ തന്നെ നമുക്കൊപ്പം ഉണ്ട് എന്നുള്ളതാണ് അല്ലേ അശ്വതി? അതെ, തീർച്ചയായും. രാഗി, നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് നമ്മുടെ പ്രതിനിധികൾ എവിടെയൊക്കെ ഉണ്ട്, അവിടെ ഏതൊക്കെ ക്ഷേത്രങ്ങളിലാണ്, അവിടെ എന്തൊക്കെയാണ് പൂജകൾ, വിശേഷങ്ങൾ, അതൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചാൽ. തീർച്ചയായും നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ രാമായണത്തിന്റെ പൊരുളും നന്മയും
പകർന്നു നൽകുന്ന പുണ്യമാസത്തിന്റെ തുടക്കമാണ് ഇന്ന്. തിന്മയ്ക്കുമേൽ നന്മ നേടുന്ന വിജയത്തിന്റെയും ത്യാഗത്തിന്റെയും ധർമ്മത്തിന്റെയും കഥ പറയുന്ന രാമായണ പാരായണത്തിലൂടെ മനസ്സിനും ശരീരത്തിനും പുണ്യം തേടുകയാണ് വിശ്വാസികൾ, അല്ലേ? അപ്പോൾ ഭക്തിയും വ്രതപുണ്യവും നിറയുന്ന രാമായണ പാരായണ പുണ്യകാലമാണ് ഇനി ഓരോ വീടുകളിലും അവർക്കൊപ്പം ചേരുകയാണ് ജനം ചെയ്യും എന്നുള്ളതാണ്. എന്തായാലും നമ്മൾ ഇന്നു മുതൽ ഒരുപാട് സെഗ്മെന്റ്സ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട് ഈ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി. നമുക്കിപ്പം ആദ്യം നമുക്ക് MS വീണയിലേക്ക് പോകാം. തലസ്ഥാനത്ത് നിന്ന് അതെ തീർച്ചയായും ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ നിന്നാണ് വീണ ചേരുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വീണ, എങ്ങനെയാണ് ഇന്ന് കർക്കിടക മാസം 1 പ്രത്യേക പൂജകളുണ്ട്, ഒപ്പം തന്നെ ഭക്തർ ദൈവത്തെ മുറുകെ പിടിക്കുന്ന മാസം കൂടിയാണല്ലോ. എങ്ങനെയാണ് അവിടുത്തെ കാഴ്ചകൾ? വീണയിലേക്ക് ഒരിക്കൽ കൂടി. വീണ, ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ നിന്നാണ് വീണ ഇന്ന് നമുക്കൊപ്പം പുത്തൻപുലരിയിൽ ചേരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വീണ, എങ്ങനെയാണ് രാവിലത്തെ കർക്കിടക മാസാചരണത്തിന്റെ രാമായണ മാസാചരണത്തിന്റെ 1 ദിവസം എങ്ങനെയാണ് ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ നിന്നുള്ള കാഴ്ചകൾ? നമസ്തേ അശ്വതി, രാഖി. രാമായണ മാസത്തിന്റെ തുടക്കം വളരെ ഭക്തിപൂർവമായി തന്നെയാണ് ആരംഭിച്ചിരിക്കുന്നത്. അശ്വതി, രാഖിയും സൂചിപ്പിച്ചതുപോലെ തന്നെ ഞാൻ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ മുന്നിൽ നിൽക്കുകയാണ്. ഇവിടെ നിരവധി ഭക്തരാണ് ദർശനത്തിനായി എത്തിക്കൊണ്ടിരിക്കുന്നത്. വരും മണിക്കൂറുകളിലും ഇതേ തിരക്ക് തന്നെ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഭക്തിയും മൃതവും നിറയുന്ന രാമായണ പാരായണം കൂടിച്ചേർന്ന പുണ്യമാസമാണിത്. അതിനാൽ തന്നെ ഭഗവാനെ ദർശിച്ചുകൊണ്ട് ഇനിയുള്ള 30 ദിവസങ്ങൾ അല്ലെങ്കിൽ 31 ദിവസങ്ങൾ ഭക്തിയാദരപൂർവ്വം ആ ദിവസങ്ങളെ കടന്നു പോകുന്നതിന് മുന്നോടിയായി തന്നെയാണ് ഓരോ ഭക്തജനങ്ങളും. അത് കൂടുതലായും നമുക്കറിയാം, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് അന്യനാട്ടിൽ നിന്നുള്ളവരാണെങ്കിൽ ഈ ഒരു ദിവസം മലയാളികളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കേരള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് അമ്പലത്തിലേക്ക് എത്തുന്നവരെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദർശനം കഴിഞ്ഞ് അമ്പലത്തിന് പുറത്തേക്ക് വരുന്നവരുണ്ട്, ദർശനത്തിനായി കാത്തു നിൽക്കുന്നവരുണ്ട്. നമുക്കറിയാം, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ ഈ ദർശനവുമായി ബന്ധപ്പെട്ട് ചില സമയങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്താറുണ്ട്. പക്ഷേ ഇന്ന് ദർശനം കഴിഞ്ഞ് ഇറങ്ങി വരുന്നവരെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വരും മണിക്കൂറുകളിലും ഇത്തരത്തിൽ നമുക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തുന്നവരുടെ തിരക്ക് തന്നെയായിരിക്കും കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭക്തിയും വ്രതവും കൂടിച്ചേർന്ന ഒരു മാസമായതിനാൽ തന്നെ ഓരോ വീടുകളിലും ഇന്നു മുതൽ ഇനിയുള്ള ദിവസങ്ങളിൽ രാമായണ പാരായണം മുടങ്ങാതെ നടക്കും എന്നുള്ളതാണ്. അതൊരു ദിനചര്യയുടെ ഭാഗമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. രാവിലെ കുടിച്ച് ശുദ്ധമായി വീട്ടിൽ ദീപം തെളിയിച്ച് രാമായണം തൊട്ട് വന്ദിച്ചാണ് ഓരോ ഖണ്ഡങ്ങളായി രാമായണത്തിൻ്റെ ഓരോ ഖണ്ഡങ്ങൾ വായിച്ചുകൊണ്ടാണ് ഈ ഒരു മാസത്തിലേക്ക് കടന്നു പോകുന്നത് എന്നുള്ളതാണ്. ഈ കർക്കിടക മാസം അവസാനിക്കുമ്പോൾ രാമായണ പാരായണം പൂർത്തിയാകണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാമായണ പാരായണം നടത്തുന്നതിലോടുകൂടി മനുഷ്യൻ ചെയ്യുന്ന പാപങ്ങൾ അത് ഇല്ലാതാകും എന്നുള്ളതാണ് ഐതിഹ്യം. കൂടാതെ തന്നെ കോടി ജന്മങ്ങളുടെ പുണ്യം ലഭിക്കുമെന്നാണ് നമുക്ക് പഴമക്കാരും നമ്മുടെ മുൻ തലമുറയും ഒക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ആ പാരമ്പര്യം ഇപ്പോഴും ചോരാതെ അതിപ്പോഴും കൈമറിഞ്ഞു പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. അതുമാത്രമല്ല, രാമായണം പാരായണം ചെയ്യുന്നിടത്തൊക്കെ ഭഗവാൻ ഹനുമാന്റെ സാന്നിധ്യം ഉണ്ടാകും എന്നുള്ളൊരു വിശ്വാസം കൂടിയുണ്ട്. അതിനാൽ തന്നെ ഇന്ന് ആ ക്ഷേത്രങ്ങളിലും ഹനുമാൻ ക്ഷേത്രങ്ങളിലടക്കം ദർശനത്തിനെത്തുന്നവരെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഭക്തിയും വ്രതശുദ്ധിയും അടക്കം പ്രാധാന്യം നൽകുന്ന ഒരു മാസം കൂടിയാണ്. കള്ളക്കർക്കിടകം എന്ന് പറയുമെങ്കിൽ പോലും മനുഷ്യനെ അവനവനെ സ്വയമേ ശുദ്ധീകരിക്കുന്ന ഒരു നാളുകൾക്ക് തന്നെയാണ് ഇന്നു മുതലുള്ള ഇനിയുള്ള 30 ദിവസവും നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. ഹനുമാൻ ക്ഷേത്രങ്ങളിലും ശ്രീരാമ ക്ഷേത്രങ്ങളിലും വിഷ്ണു ക്ഷേത്രങ്ങളിലും രാവിലെയും വൈകിട്ടുമൊക്കെ രാമായണ പാരായണം നടത്തുന്നുമുണ്ട്. ആ സമയങ്ങളിലൊക്കെ നിരവധി പേരാണ് ദർശനത്തിനെത്തുന്നത്. ഇന്നു മുതൽ തന്നെ ഈ ഒരു മാസം കൂടിയായതിനാൽ തന്നെ പതിവിൽ കൂടുതൽ തിരക്കായിരിക്കും ഈ ക്ഷേത്രങ്ങളിൽ അനുഭവപ്പെടുന്ന. പ്രത്യേകിച്ച് പത്മനാഭ സ്വാമി ക്ഷേത്രങ്ങളിലും വരും ദിവസങ്ങളിലും ഇനിയുള്ള മണിക്കൂറുകളിലും ഭക്തജന തിരക്ക് കൂടുമെന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. അശ്വതി, രാഖി. തീർച്ചയായും വീണ, അങ്ങനെ തന്നെയാണ്. എന്തായാലും അവിടെയും ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷം. രാവിലെ തന്നെ ഒരുപാട് ഭക്തജനങ്ങൾ അവിടെ എത്തുന്നുണ്ട്. നമ്മളെപ്പോലെ തന്നെ വളരെ പോസിറ്റീവ് ആയിക്കൊണ്ട് തന്നെ രാവിലെ ക്ഷേത്ര ദർശനം നടത്തി
എന്നിട്ട് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിയതാണ്.